യൂത്തിന്റെ ട്രെൻഡ് സെറ്ററാണ് എറണാകുളം. ആ എറണാകുളത്ത് മത്സരിക്കുന്ന ഹൈബി ഈഡനും അപ്പോൾ ഒരു ട്രെൻഡ് സെറ്റർ ആകണ്ടേ? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഹൈബിയുടെ പോസ്റ്ററുകൾ മുതൽ സോഷ്യൽ പോസ്റ്ററുകൾ വരെ സംതിങ് ഡിഫറെന്റ്. ഹൈബിയുടെ ഈ ന്യൂ ജെൻ ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കുന്നത് ഭാര്യ അന്ന ലിൻഡ ഈഡൻ. ഡിസൈൻസിൻ്റെ കാര്യം ലാസ്റ്റ് ടൈം 2019 നമ്മളുടെ പോസ്റ്റേഴ്സ് ഒരു ബ്രേക്കിംഗ് ആയിരുന്നു. കാരണം സ്ഥിരമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വരണം, അല്ലെങ്കിൽ ഒരു യൂത്ത് ഇനി പാർലമെൻറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണം എറണാകുളത്തെ എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു ഹൈബി അന്ന് കാൻഡിഡേറ്റ് ആയത് തന്നെ. അപ്പോൾ ആ ഒരു യൂത്ത്ഫുൾനെസ്സിനെ എങ്ങനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാം എന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ ഐഡിയ. പക്ഷേ കഴിഞ്ഞ തവണ ഹൈബി എറണാകുളം അസംബ്ലി മണ്ഡലത്തിലെ MLA ആയിരുന്നു. അപ്പോൾ അധികവും ഹൈബീനെ അറിയുന്നത് എറണാകുളം അസംബ്ലി മണ്ഡലത്തിലുള്ളവർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള, സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വൈറ്റ് ആൻഡ് വൈറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് കളർഫുൾ ആയിട്ടുള്ള തുണികളും മെറ്റീരിയൽസ് ആണെങ്കിലും അങ്ങനെ കുറച്ച് ലിനനൊക്കെ ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ തവണ ചെയ്തത്. ഇത്തവണ എനിക്ക് തോന്നി ഹൈബിയെ മുഴുവനായിട്ട് മുഖം വച്ചിട്ട് ഇനി ആൾക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ല. ബിക്കോസ് ഹൈബീനെ ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്തവർ ഈ എറണാകുളം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വളരെ കുറവായിരിക്കും. ഹൈബിയുടെ ഫുൾ ഫേസ് വെച്ചിട്ട് ഫേസ് പ്രൊജക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹൈബി ഈഡെന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടോ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം, ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഹൈബിക്ക് ഇല്ല എന്നുള്ളൊരു നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഹൈബിയുടെ പടം ഒരു ക്യാരക്ടർ വരുന്നത്. അതായത് കണ്ണിൻ്റെ ഇത്രയും ഭാഗം വെച്ച് ക്രോപ്പ് ചെയ്തിട്ട് ഒരു 1/4 ഭാഗം മാത്രം ഹൈബിയുടെ പടവും പിന്നെ പേര് ചെരിച്ചും എഴുതി. പിന്നെ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പെർട്ടിക്കുലറാണ്. ഹൈബി ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി വലിയ ബോധേഡ് ആയിട്ടുള്ള ഒരാളല്ല. ഹൈബി എപ്പോഴും ഹൈബിയുടെ വർക്കിലാണ് ഹൈബിയുടെ ഫോക്കസ്. ബാക്കിയുള്ള ഹൈബിയുടെ ഗ്രൂമിങ്ങിനെ പറ്റി ഹൈബി വലിയ ബോധേഡ് അല്ല. അപ്പോൾ ഹൈബിയുടെ ഫോട്ടോസ് പക്ഷെ നന്നായിട്ട് വരണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഷാനി ഷാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഷാനിയാണ് പടങ്ങൾ എടുത്തത്. അതിൽ ജെമിനി ഘോഷ് എന്ന് പറയുന്ന ഹീസ് ഓൾസോ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് അസ്. ഇവരൊക്കെ എനിക്ക് പണ്ട് കാലം തൊട്ടേ പരിചയമുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ഈസിയാണ് നമുക്ക് ചെയ്ത് തരാനായിട്ട്. അവരെ കൊണ്ട് അത് റീടച്ച് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും അതേ പാറ്റേൺ പിടിച്ച് കാണുമ്പോൾ, ബിക്കോസ് ഹൈബിയുടെ ഓപ്പോണൻറ്റ് കാൻഡിഡേറ്റ്സ് എല്ലാം മുഴുവൻ മുഖമില്ലാതെയും പേര് ചെരിച്ചെഴുതിയൊക്കെയുള്ള ഓൺലൈൻ പോസ്റ്റേഴ്സും മതിലിൻ്റെ മുകളിലെ പോസ്റ്റേഴ്സും ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിലും എനിക്ക് വലിയ സന്തോഷം തോന്നി. ബിക്കോസ് നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. എറണാകുളം എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻ്റ് ആണെങ്കിൽ പോലും ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനേക്കാളും കൂടുതൽ ഇപ്പം മെട്രോ സിറ്റി എന്ന് പറയുന്നത് എറണാകുളമാണ്. അപ്പോൾ വാട്ടർ മെട്രോ ഉണ്ട്, അതർ മെട്രോ, എല്ലാം എറണാകുളത്തിന് എപ്പോഴും പുറത്തുനിന്നുള്ള പലവരും വെറുതെ എറണാകുളം കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ എറണാകുളം എപ്പോഴും ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എറണാകുളം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിനെ പ്രതിനിധീകരിക്കുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ഒരു ട്രെൻഡ് സെറ്റർ തന്നെ ആവണം എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ഹൈബിയുടെ ന്യൂ ജെൻ ഇലക്ഷൻ ക്യാമ്പയിൻ സ്റ്റൈൽ എതിർ സ്ഥാനാർത്ഥികളും ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസിന്റെ കോട്ട കാത്തു സൂക്ഷിക്കാൻ പ്രചാരണത്തിൽ ഹൈ വോൾട്ടിൽ ഹൈബി മുന്നോട്ട് തന്നെ.